കട്ടപ്പന നഗരസഭ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പുനരധിവാസത്തിനായി വാങ്ങിയ ഭൂമി വകമാറ്റുന്നതിന് ശ്രമം നടക്കുന്നതായി പരാതി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പുളിയന്മലയിൽ വാങ്ങിയ 1.5 ഏക്കർ സ്ഥലമാണ് മറ്റൊരു പദ്ധതിക്കായി വിനിയോഗിക്കാൻ ശ്രമം നടക്കുന്നതെന്നാണ് LDF കൗൺസിലർമാരുടെ ആരോപണം. 1999 കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്താണ് പുളിയന്മല അമ്പലപ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ പക്കൽ നിന്നും 1.5 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങിയത്. നഗരസഭയിലെ ഭൂരഹിത ഭവനരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് സ്ഥലം വാങ്ങിയത്. എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ സ്ഥലം മേൽപ്പറഞ്ഞ വിഭാഗങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെ സ്ഥലം വിറ്റയാൾ നഗരസഭയ്ക്കെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ബജറ്റിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് പുളിയന്മലയിൽ സ്ഥാപിക്കാനായി തുക വകയിരുത്തിയിരുന്നു. പ്ലാന്റ് നിർമ്മിക്കുന്നത് ഈ ഭൂമി വകമാറ്റിയാണെന്ന് LDF കൗൺസിലർ ബിന്ദുലത രാജു ആരോപിച്ചു. കഴിഞ്ഞ ദിവസം കൗൺസിൽ ഉണ്ടായിരുന്നു. ഞാൻ ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് JCB കിറ്റാച്ചിയൊക്കെ കൊണ്ട സ്ഥലം നന്നാക്കി എല്ലാം മൊത്തം തെളിച്ചു. അപ്പോൾ അത് എന്നോട് പറഞ്ഞില്ല. വാർഡ് കൗൺസിലർ അറിയണ്ടേ ആ വാർഡിലെ സ്ഥലം തെളിക്കണമല്ലോ അല്ലെ എന്ത് ചെയ്യണമല്ലോ. ഇപ്പം ഇന്നലെ സെക്രട്ടറി അവിടെ വന്നിട്ട് പറഞ്ഞു അവിടെ വസ്തു തർക്കമുണ്ട്, കേസുണ്ട്. അപ്പോൾ കേസ് തീർക്കുന്നതിന് വേണ്ടി അളക്കുന്നതിന് വേണ്ടി കോടതിയിൽ നിന്ന് അളക്കുന്നതിന് വേണ്ടിയാണ് ആ സ്ഥലം വൃത്തിയാക്കിയെന്നാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ അത് വാർഡ് കൗൺസിലർമാർ അറിയണ്ടേ. വാർഡിലൊരു കാര്യം നടക്കുമ്പോൾ വാർഡ് കൗൺസിലറിനോട് ജസ്റ്റ് പറയണ്ടേ. കഴിഞ്ഞ ദിവസം സ്ഥലം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയത് സംശയമുളവാക്കുന്നതാണെന്നും LDF കൗൺസിലറായ ഷാജി കുത്തോടിയിൽ പറയുന്നു. ഇങ്ങനെ SC പ്രൊജക്റ്റിലേക്ക് മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ മുനിസിപ്പൽ കൗൺസിലിന്റെ കാലാവധി, അതായത് 2015-20 കാലാവധിയിൽ അത് പാവപ്പെട്ട വീടും സ്ഥലവുമില്ലാത്ത SC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നൽകുന്ന 3 സെന്റ് സ്ഥലവും വീടും വെച്ച് നൽകുന്നതിന് കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ആ വാർഡിലെ കൗൺസിലർ പോലും അറിയാതെ അവിടെ ചെന്ന് JCB ഹിറ്റാച്ചിയൊക്കെ ഉപയോഗിച്ച് ഒരു ക്ലീനിങ് നടത്തി. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ കൗൺസിലർ പോലും അറിയാതെ നിർമ്മാണം നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മറ്റെന്തെങ്കിലും വകുപ്പിലേക്ക് ഇത് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്നോർത്ത് കൗൺസിലർമാരെ തൊട്ടടുത്ത കൗൺസിലർമാരായ സുധർമ്മ മോഹനെയും ബിന്ദുലത രാജുവിനെയും വിളിച്ച് ചോദിക്കും. അവർ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അവർക്ക് പൊതുജനത്തിനോട് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് വാർഡിലാണെങ്കിലും അത് വാർഡിലുള്ള കൗൺസിലർമാരെ ഒന്ന് അറിയിക്കണം. അല്ലാതെ മൂടി വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കൗൺസിലുണ്ടായിരുന്നു, കൗൺസിലറെ അറിയിക്കായിരുന്നു, അല്ലെങ്കിൽ ആ വാർഡിലെ കൗൺസിലറെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാമായിരുന്നു അത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതുകൊണ്ട് അതവിടെ ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട്, വേറൊന്നുമല്ല എന്ന് പറയായിരുന്നു. ഇത് ആളുകൾ വിളിച്ച് കൗൺസിലർമാരോട് ചോദിക്കുമ്പോൾ കൗൺസിലർമാർക്ക് മറുപടി പറയാനില്ലാത്ത അവസ്ഥ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. പുനരധിവാസത്തിന് മാത്രമേ ഭൂമി ഉപയോഗിക്കാവൂ എന്നും LDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. എന്നാൽ കോടതി ഉത്തരവ് പ്രകാരമാണ് സ്ഥലം വെട്ടിത്തെളിച്ചതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. ആ സ്ഥലത്തിന്റെ അതിരടയാളങ്ങളെ സംബന്ധിച്ച ചില തർക്കങ്ങൾ അപ്പീൽ പീരീഡിൽ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട സബ് കോടതി ആ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി കോടതിയിൽ നിന്നും അഡ്വക്കേറ്റ് കമ്മീഷണറെയും സർവേയറെയും നിയമിച്ച് ഉത്തരവായിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്ഥലം എന്ന് പറയുന്നത് 1999 മുനിസിപ്പാലിറ്റി വാങ്ങിയതിനു ശേഷം യാതൊരു പ്രവർത്തനങ്ങളും നടക്കാത്തതിനെ തുടർന്ന് വലിയ കാട് കയറി മറ്റ് ഇഴജന്തുക്കളടക്കം മറ്റ് നിരവധി അങ്ങോട്ട് കയറാൻ പറ്റാത്ത രൂപത്തിൽ ആ സ്ഥലം കിടന്നതുകൊണ്ട് ആ കേസിന്റെ സർവേയർക്കും അഡ്വക്കേറ്റ് കമ്മീഷണർക്കും ആവശ്യമായ സഹായം ചെയ്യുന്നതിന് വേണ്ടിയാണ് മുനിസിപ്പൽ സെക്രട്ടറി ആ സ്ഥലം തെളിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ സ്ഥലത്തെ സംബന്ധിച്ച് ആ സ്ഥലം മറ്റു ചില പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ഒരു പരാമർശം ചില മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുനിസിപ്പൽ കൗൺസിലിന് അങ്ങനെ ഒരു ഉദ്ദേശം നിലവിലില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ആ സ്ഥലം മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് കൗൺസിൽ യോഗത്തിൽ വളരെ വ്യക്തമായി ചർച്ച ചെയ്ത് അത് തീരുമാനമെടുത്ത് നിയമാനുസൃത നടപടികൾ പൂർത്തീകരിച്ച് അതിൽ ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആശങ്കയുള്ളത് മുഴുവൻ പരിഹരിച്ചതിന് ശേഷം മാത്രമേ അവിടെ ഒരു പദ്ധതിയോ മറ്റു കാര്യങ്ങളിലേക്ക് പോകത്തുള്ളൂ. ഇപ്പൊ ആ സ്ഥലം അവിടെ കാട് തെളിച്ചിരിക്കുന്നത് സർവേ നടപടികൾ പൂർത്തിയാക്കുന്നതിന് കോടതിയിൽ നിന്ന് വരുന്ന സർവേയെയും അഡ്വക്കേറ്റ് കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ മറിച്ചൊരു ഉദ്ദേശം ഇപ്പം നിലവിൽ മുനിസിപ്പാലിറ്റിക്കില്ല. ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉടലെടുത്തതോടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എവിടെ സ്ഥാപിക്കുമെന്നതിൽ കൂടുതൽ കൂടിയാലോചനകൾ ഉണ്ടാകുമെന്നാണ് സൂചന.